ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും മൗനരാഗ സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന സരയുനെ രാഹുലിനെയാണ്. സരയും രാഹുലും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാട്ടോ. രാഹുൽ കയ്യില് ആ പൊള്ളിയ പാട് സരയുനെ കാണിച്ചു കൊടുക്കണ. അയ്യോ അച്ഛ, ഇതെന്തു പറ്റി? അവള് ഒഴിച്ചത് ആ രൂപ മുഖത്തൊഴിക്കേണ്ടതായിരുന്നു. കൈകൊണ്ട് തടഞ്ഞോണ്ട് മുഖത്തൊന്നും പറ്റിയില്ല, കയ്യേ പൊള്ളിയുള്ളൂ. അച്ഛ, ഞാൻ ഇതുകൊണ്ടാ അച്ഛൻ പറഞ്ഞത് അങ്ങോട്ടൊന്നും പോകണ്ടെന്ന്. കണ്ടില്ലേ? ഇതൊന്നും കുഴപ്പമില്ല മോളെ, പക്ഷെ ഇതിനേക്കാൾ അപ്പുറം ഞാൻ ചെയ്യാൻ പോണല്ലേ. പിന്നെ ഇതൊക്കെ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടേക്ക് പോയത്. പിന്നെ അവിടെ നിന്റെ അമ്മ ഉണ്ടായിരുന്നു, കുഞ്ഞും ഉണ്ടായിരുന്നു. എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം ചന്ദ്രസേനോടാണ്. ഈ കല്യാണിനെ കൊല്ലണ മുമ്പ് ആ ചന്ദ്രസേനെ കൊല്ലണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വേണ്ടച്ച, അയാളെ വിട്ടേക്ക്. അയാൾക്ക് വയസ്സായി, അയാളിനെ എന്ത് ചെയ്യാനാണ്? നോക്ക്, അയാളുടെ കാര്യം അച്ഛൻ വെറുന്നേക്ക്. കല്യാണി അവളെയാണ് ഇല്ലാതാക്കേണ്ടത്. അവൾ വന്നേ പിന്നെയാണ് നമുക്ക് ഒരു സ്ഥാനവും ആ കമ്പനിയിലും ആ വീട്ടിലും ഇല്ലാതായതച്ചാ. മോളെ, മോൾക്ക് വേണ്ടി ഞാൻ കല്യാണിനെ ഇല്ലാതാക്കിയിരിക്കും. ഒരു സമയത്ത് മോളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചത് തന്നെ ഞാൻ. ആ മനോഹരനെ ആ മോളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു കണക്കിന് കാരണം ഞാനായിരുന്നു. പിന്നെ മോൾ അവരോട് ഒരിക്കലും എന്നെ കണ്ട കാര്യമൊന്നും പറയരുത് കേട്ടോ. ഇല്ലച്ചാ, അതൊന്നും ഞാൻ പറയാറില്ല. പിന്നെ എന്നെ കണ്ടു കഴിഞ്ഞാൽ കൊല്ലാവുന്നുള്ള ദേഷ്യം, അല്ലെങ്കിൽ തലയിൽ തിളച്ച വെള്ളോ എണ്ണ ഒഴിക്കാനുള്ള ദേഷ്യം മോൾക്കുള്ള പോലെ വേണം മോൾ അവരോട് സംസാരിക്കാനായിട്ട്. അതൊക്കെ ഞാൻ ചെയ്തോളാം അച്ഛാ. മോളിനിക്ക് ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി. കല്യാണി സൈറ്റിലേക്ക് എങ്ങാനും പോകുമ്പോ എന്നെ വിവരം അറിയിച്ചാൽ മതി. ഞാൻ അവിടെ പോയിട്ട് അവളെ തീർത്തോളാം. അച്ഛാ, അവൾ നാളെ ഒരു സൈറ്റിലേക്ക് പോകുന്നുണ്ട്. ഞാൻ വർക്ക് ചെയ്തൊരു ഞാൻ ഉണ്ടാക്കിയ ഒരു കൺസ്ട്രക്ഷന്റെ ഒരു വർക്കിലേക്കാണ് അവൾ പോകുന്നത്. അപ്പോ അവളായിരിക്കും അവിടെ പോകുന്നുണ്ടാകുക. അപ്പോ എങ്കിൽ നാളെ തന്നെ എന്നെ അവളെ മരണം ഉറപ്പിക്കും മോളെ. ചിലപ്പോ ഇത് നമ്മുടെ അവസാന കൂടിക്കാഴ്ചയായിരിക്കും. അച്ഛാ, അങ്ങനൊന്നും പറയല്ലേ. ഞാൻ കാര്യത്തിൽ പറഞ്ഞ മോളെ. അപ്പോ നീ ഒരു കാര്യം ചെയ്യ്, അവൾ നാളെ കൺസ്ട്രക്ഷന് പോകുന്നുണ്ടെങ്കിൽ എന്നെ വിവരം അറിയിക്കേ. ശരിയെന്നാ എന്ന് പറഞ്ഞിട്ട് രാഹുൽ അവിടെ നിന്ന് പോവാണ്. സരയും പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന കല്യാണിനെയാണ്. കല്യാണി വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് സരയു വരുവാട്ടോ. കല്യാണി, സരയു എവിടെ പോയതായിരുന്നു? അല്ല, എൻ്റെ ഒരു ഫ്രണ്ട് വന്നിരുന്നു ഗൾഫിൽ നിന്ന്. എന്റെ ആ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടാ വന്നത്, കഥകളൊക്കെ അറിഞ്ഞിട്ടെ. അപ്പൊ എന്നെ കാണണോന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് കാണാൻ പോയതാ. ഇപ്പോ തിരിച്ചു വന്നേ ഉള്ളൂ. അവള് തിരുവനന്തപുരത്ത് എത്തിയുണ്ടായിരുന്നുള്ളൂ. രാവിലെ തന്നെ എന്നെ വിളിച്ചായിരുന്നു. അതാ ഞാൻ പെട്ടെന്ന് പോയത്. അല്ല, കല്യാണി എന്ത് ചെയ്യായിരുന്നു? അതോ, ഞാൻ പുറത്തു വരെ പോണോന്ന് അറിയൂ. നാളാ നീ കൺസ്ട്രക്ഷൻ ചെയ്ത ആ ഒരു വർക്ക് ഉണ്ടല്ലോ, പുതിയ മോഡലിൽ നിർമ്മിച്ച വീട്, അതിന്റെ ഇന്റീരിയർ ഒക്കെ ഏറെക്കുറെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നീ അതിന്റെ സജഷൻ വേണമെങ്കിൽ പറഞ്ഞു കേട്ടോ. അയ്യോ, ഇന്റീരിയറിന്റെ സജഷൻ ഒന്നും എനിക്ക് അറിയില്ല കല്യാണി പറയാനായിട്ട്. അല്ല, നമുക്കിത് തെറ്റുപറ്റിയ നമ്മൾ മുഖത്ത് നോക്കി പറയണം. അങ്ങനെയാണ്. ഇപ്പോ ഞാനിത് തെറ്റ് ചെയ്താൽ കിഴട്ടൻ എന്റെ മുഖത്ത് നോക്കി തന്നെ പറയും. സരിയും ഞാനിതൊരു കൺസ്ട്രക്ഷനോ ഇന്റീരിയറോ എന്തിനും തെറ്റ് സംഭവിക്കാമെങ്കിൽ സരിയും അത് എന്റെ അടുത്ത് പറയണം. ഞാനും സരിയുവിനോട് പറയും. നമ്മുടെ വർക്കിലെ ഏറ്റവും വലിയ കാര്യം അത് തന്നെയാണ്. നാളെ കൺസ്ട്രക്ഷൻ സ്ഥലത്ത് ഞാൻ പോകുമെന്ന് പറഞ്ഞില്ലേ, അത് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അങ്ങനെ ഒരുപാട് പബ്ലിസിറ്റി ഒന്നും കൊടുക്കാറില്ല, ഒരു ആഡും കാര്യങ്ങളും ചെയ്യാറില്ല. കാരണം നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്തതിനാ അത് ചെയ്തു കൊടുക്കുന്ന കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പൊ അവരായിരിക്കും നമ്മുടെ പേരും കാര്യങ്ങളും പിന്നീട് എല്ലായിടത്തും പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു പേരും കാര്യങ്ങളാണ് നമുക്ക് കിട്ടണത്. സരിയു പറയണ്ട്, ഒരു കണക്കിന് ഈ കമ്പനി കല്യാണി വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി, നല്ല നല്ല മാറ്റങ്ങൾ. ഈ കമ്പനി ഇപ്പൊ നല്ല രീതിയിൽ അറിയാൻ തന്നെ കാരണം കല്യാണിയാണ്. അങ്ങനെയൊന്നും ഇല്ല സരിയു. ഈ കമ്പനിക്ക് അല്ലെങ്കിൽ തന്നെ നല്ലൊരു പേരുണ്ടായിരുന്നു. കമ്പനി നോക്കി നടത്തിയത് ആദ്യം മുതലേ കിരണേട്ടന്റെ അച്ഛനും അമ്മയായിരുന്നല്ലോ. അവരുടെ കഠിനാധ്വാനമാണ് ഈ കമ്പനി എന്ന് കല്യാണി പറയുമ്പോ സരിയു മനസ്സിൽ വിചാരിക്കണേ, അവരുടെ മാത്രമല്ലടി എന്റെ അച്ഛന്റെ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. കല്യാണി പറയണ്ട്, അവരത്രയും കഷ്ടപ്പെട്ട കമ്പനിയുടെ പേര് ഒരിക്കലും കളയരുത്, അതിനെ മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ എന്ന് പറയാണ്. അത് കല്യാണി പറഞ്ഞ ശരിയാ. അപ്പൊ കല്യാണി പറയുന്നുണ്ട്, ഈ കമ്പനിയുടെ നല്ലൊരു ശതമാനം ശരിക്കും പറഞ്ഞാൽ സരയുവിനും തരേണ്ടതാണ്. സരയുവിന്റെ പേരുള്ള കമ്പനി ആയിരുന്നല്ലോ. അയ്യോ, എനിക്ക് അങ്ങനെയൊന്നും വേണമെന്നില്ല കല്യാണി. ഈ കമ്പനി നശിക്കാൻ കാരണം ഞാനും എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ആളൊക്കെ തന്നെയായിരുന്നല്ലോ. പിന്നെ ഈ കമ്പനി പഴയ രീതിയിലേക്ക് കൊണ്ടുവന്നത് നീയും കല്യാണിയാണ്. എനിക്ക് ഇവിടുത്തെ നിങ്ങളുടെ ജോലിക്കാരി ആവുന്നതിലും ഒരു നല്ലൊരു കാര്യം വേറെയില്ല. പിന്നെ എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. അതെ, നാളെ നീ ആ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സ്ഥലത്താണ് പോണത്? അതെ. ശരി എന്ന് പറഞ്ഞിട്ട് സരി അവിടെ നിന്ന് പോകുവാണ്. നാളെ തന്നെ എന്തായാലും അച്ഛനോട് ഈ കാര്യം പറയണം. എന്നിട്ട് അച്ഛൻ ബാക്കി കാര്യങ്ങളൊക്കെ അച്ഛൻ തീരുമാനിച്ചോട്ടെ. എന്തായാലും എടി കല്യാണി, നിന്റെ ജീവിതം ഇനി തീരാൻ പോവാടി എന്നൊക്കെ പറഞ്ഞിട്ട് സരിയു അവിടെ നിന്ന് പോകാട്ടോ. കല്യാണി ചിരിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. സരിയുടെ നല്ല മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവിടെ തന്നെ ഇരിക്കാട്ടോ. സരിയു വീണ്ടും രാഹുലിനെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഫോണിൽ സംസാരമൊന്നും ഇല്ല. ഇനി എങ്ങാനും പോലീസ് അന്വേഷണം വന്നാൽ പിടിക്കപ്പെടരുതല്ലോ. അതുകൊണ്ട് രാഹുലിനെ കാണാൻ വേണ്ടി പോവാട്ടോ.
കൺസ്ട്രക്ഷൻ ചെയ്ത വീട്ടിലേക്ക് അവള് പോകുന്നത്. അവൾ ഒറ്റക്കായിരിക്കും പോകുന്നുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോ ഹരിയേട്ടൻ ഉണ്ടാവുമായിരിക്കും. ഹരി അവനെ ശരിക്കും അവിടെ ഇന്റർവ്യൂ എടുത്തത്, അവനെ അവിടെ നിയമിച്ചത് ഞാനാണ്. പക്ഷെ അതിന്റെ ഒരു നന്ദി എനിക്ക് അവന് എന്നോടില്ല. അയാള് മരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, പക്ഷെ കല്യാണം തടയാൻ എങ്ങനെ നോക്കിക്കാനാ ഹരീനെ ഞാൻ കൊല്ലും എന്ന് പറയാണ്. അപ്പോ സരിയു പണ്ട് ചിലപ്പോ കൂടെ ഉണ്ടാവണത് വല്ല ഡ്രൈവറും ആയിരിക്കും. മോളെ എന്തൊക്കെ സംഭവിച്ചാലും അവൾ അതിന്റെ ഉള്ളിൽ കയറി പറ്റണവരാ. അവൾ ഒറ്റക്കായിരിക്കുമല്ലോ, ഹരിയേട്ടൻ എന്തായാലും അതിന്റെ ഉള്ളിൽ കയറാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് ഹരി പുറത്തായിരിക്കും നിൽക്കുന്നുണ്ടാവാ. ഞാൻ പറഞ്ഞില്ലേ, അവൾ അതിന്റെ ഉള്ളിൽ നിന്ന് കയറി പറ്റിയാൽ മതി, ശബ്ദം പോലും കേൾക്കാതെ ഞാൻ അവളെ ഇല്ലാതാക്കിയിരിക്കും. ഞാൻ പറഞ്ഞത് മോളെ, ചിലപ്പോൾ നമ്മുടെ അവസാന കൂടിക്കാഴ്ച ആയിരിക്കും. അല്ലച്ച, അച്ഛൻ സ്ഥലം ഇതൊന്നും മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ലേ, ആ അമ്പലത്തിന് തൊട്ട് അപ്പുറത്തുള്ള വഴി, ആ ലെഫ്റ്റ് സൈഡ് കാണുന്ന വഴി, അവിടെ കയറുമ്പോ മൂന്നാമത്തെ വീടാണ് അച്ഛ. അവിടെ ആ ഒരു സ്ഥലമാണ് കൺസ്ട്രക്ഷന് വേണ്ടി തിരഞ്ഞെടുത്തേക്കുന്നത്. അവിടെയാണ് അവൾ വരുന്നുണ്ടാവാ. പിന്നെ നാളെ പണിക്കാരനുണ്ടാവാൻ ചാൻസ് കുറവാണ് മോളെ. ഞാൻ ഇന്ന് തന്നെ അവിടേക്ക് പോവാം. അവിടെ പണിക്കാർക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അച്ഛാ. അച്ഛനെ വേണമെങ്കിൽ അവിടെ കിടക്കാം. ഞാൻ ഇന്ന് തന്നെ അവിടെ പോയിക്കോളാം മോളെ. രാവിലെ തന്നെ അവൾ വരുമല്ലോ അല്ലേ? വരുമെന്നാണ് അച്ഛൻ അറിയാൻ കഴിഞ്ഞത്. അഥവാ എന്തെങ്കിലും മാറ്റുണ്ടെങ്കിൽ ഞാൻ അച്ഛനെ വിളിച്ചറിയിക്കാം. ശരി മോളെ എന്നാ. ശരി എന്ന് പറഞ്ഞിട്ട് രാഹുൽ അവിടെ നിന്ന് പോവാണ്. സരിയും പോകുന്നുണ്ട്. സരിയും നേരെ വീട്ടിലെത്തിയതിനു ശേഷം ഫോണിൽ എന്തൊക്കെയോ പണിതുകൊണ്ടിരിക്കാട്ടോ. അവിടേക്ക് താര വരുന്നുണ്ട്. താരനെ കാണുമ്പോ സാര ചോദിക്കണ്ടേ, അല്ല നീ നിന്റെ അച്ഛനെ കണ്ടിരുന്നോ എന്ന ആക്ഷൻ വഴി ചോദിക്കുമ്പോ സരിയു പണ്ട് ഞാനിതിനെ അയാളെ കാണുന്നത്, എനിക്ക് അയാളെ കാണുന്നതേ ദേഷ്യമാണ്. എന്റെ ജീവിതം ഈ വിധത്തിലാക്കാൻ കാരണക്കാരൻ അയാളും കൂടിയാണല്ലോ. അല്ല അമ്മ എപ്പോഴെങ്കിലും കല്യാണിനെ കണ്ടിരുന്നോ ഈ അടുത്തിടക്ക്? ഇല്ല എന്ന് താര പറയാണ്. ആ സമയത്ത് സരിയു പണ്ട് എനിക്കറിയാം അമ്മക്ക് കല്യാണത്തിൽ ചെറിയൊരു താല്പര്യം ഉണ്ടെന്ന്. അമ്മക്ക് കല്യാണത്തിൽ ചെറിയൊരു സ്നേഹക്കൂടലും വാത്സല്യം ഒക്കെ ഉണ്ട്. അത് വേണ്ട എന്ന് പറയണ. എന്റെ ജീവിതം നശിക്കാൻ കാരണം അവളാണ്. അവളുടെ ചേച്ചിയുടെ വിവാഹത്തിന് പോവാതിരുന്നതിന് കാരണം അമ്മക്ക് കുറ്റബോധമാണെന്നും എനിക്കറിയാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. അമ്മക്ക് ഞാനും അവളും ഒന്നാണല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും താര കൈകൊണ്ട് ആക്ഷൻ കാണിക്കണം. നീയും അവളും തമ്മിൽ ഒരു വ്യത്യാസമില്ല, രണ്ടുപേരും എനിക്കൊന്നാണ് എന്ന് താര കാണിക്കുമ്പോ സരിയു പണ്ട് അങ്ങനെ ഒരിക്കലും പാടില്ല. ഞാൻ നിങ്ങളുടെ സ്വന്തം മകളാണ്, നിങ്ങൾ പ്രസവിച്ച സ്വന്തം മകള്. അവൾ അങ്ങനെയല്ല. അപ്പൊ സ്നേഹക്കൂടുതൽ വേണ്ടത് എന്നോടാണ്, മനസ്സിലായാലോ? എന്റെ മനസ്സിൽ കിരണിനെ നേടിയെടുക്കണമെന്ന് വല്ല ഒരു ഉദ്ദേശമുള്ള കാര്യം നിങ്ങൾ അവളോട് പറയരുത്, മനസ്സിലായോ എന്നൊക്കെ പറയുന്നിട്ട് സരിയു അവിടെ നിന്ന് പോവാണ്. താരക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്ന ആ സിയേനെയാണ്. ആണെങ്കിൽ അന്നത്തെ CCTV ദൃശ്യങ്ങളൊക്കെ നോക്കാണ്. അതിൽ കിരൺ പതുക്കെ പോയിട്ട് വണ്ടി എടുത്ത് പുറകിലേക്ക് പോകുന്ന ഭാഗം കാണുന്നുണ്ട് കേട്ടോ. ഇവൻ എന്തിനാ വണ്ടി എടുത്ത് ആ സമയത്ത് പുറകിലേക്ക് പോയത്? ക്യാമറ ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ അവൻ പുറകിലേക്ക് പോയത്. അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നാ CA മനസ്സിലാക്കാണ്. പിന്നീട് കാണിക്കണ രാഹുലിനെയാണ്. രാഹുൽ ആ ബിൽഡിങ്ങിൽ എത്തിയട്ടോ, നാളെ കല്യാണി വരുന്ന ബിൽഡിങ്ങില്. അവിടെ എത്തിയതിനു ശേഷം ആരുമില്ലെന്ന് മനസ്സിലാക്കിയ രാഹുൽ നേരെ മുകളിലേക്ക് പോവാണ്. അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിച്ച് നന്നായിട്ട് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങണം. നാളെ രാവിലെ തന്നെ അവളുടെ കൊലപാതകം ചെയ്ത് നേരെ ജയിലിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് സമാധാനത്തോടെ ഇരിക്കുന്ന ഭക്ഷണം കഴിക്കാണ് രാഹുൽ. പിന്നീട് കാണിക്കുന്നത് കല്യാണിനെയും കിരണിനെയാണ്. കല്യാണിയും കിരണും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണി പറയുന്നുണ്ട്, എനിക്കെന്തോ ഒരു സമാധാനം ഇല്ല കിരണേട്ടാ. മീഡിയകളിലൊക്കെ എന്തൊക്കെ വാർത്തകളാ വരുന്നത്, ഫോൺ എടുക്കാൻ തന്നെ തോന്നുന്നില്ല. ഗംഗപ്രസാദ് നല്ലവനായിട്ട് പറയുന്ന മീഡിയകളും ഇപ്പൊ ഉണ്ട്, അതുകൊണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. കിരൺ പറയുന്നുണ്ട്, അത് അങ്ങനെയാണല്ലോ കല്യാണി. ഒരാള് എത്ര കൊള്ളരുതാത്തവനാണെങ്കിലും മരിച്ചു കഴിഞ്ഞാലും കാണാതായാലും അവൻ പിന്നെ പുണ്യാത്മാവും ആയിരിക്കുമല്ലോ എല്ലായിടത്തും. ഒരാൾ മരിച്ചെടുക്കുമ്പോ നീ കണ്ടിട്ടില്ലേ, അയാൾ ചെയ്ത തെറ്റുകളൊക്കെ മറന്ന് അയാളൊരു നല്ലവനാണെന്ന് കൂടുതൽ ആൾക്കാർ പറയും. അതുപോലെ തന്നെയാ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ എന്റെ ഭാഗത്തും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു കല്യാണി. അന്ന് അവൻ ആ മരിച്ച സമയത്ത് അവന്റെ ബോഡി മറവ് ചെയ്യാൻ പാടില്ലായിരുന്നു, പോലീസിനെ വിളിച്ച് അറിയിക്കായിരുന്നു വേണ്ടത്. ആ സമയത്ത് അവൻ വന്നപ്പോ അവൻ ഇടിച്ച് പടുത്തുന്ന സമയത്ത് അവൻ അറിയാതെ പോയി ഇടിച്ചതാണെന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചാണെന്നുണ്ടെങ്കിൽ എനിക്കധികം ശിക്ഷയൊന്നും കിട്ടില്ലായിരുന്നു. ഇത് തെളിവ് നശിപ്പിച്ചതല്ലേ, അതുകൊണ്ട് പരമാവധി ശിക്ഷ എനിക്കും കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് കിരൺ പറയാണ്. അത് കേട്ട് ഞെട്ടിരിക്കുന്ന കല്യാണിനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത് കേട്ടോ. കല്യാണിക്ക് കുത്തു കിട്ടുന്ന ഭാഗം നാളത്തെ എപ്പിസോഡിലായിരിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.